ഒരേ സത്യം രണ്ട് രീതിയിൽ പറഞ്ഞാൽ മനസ്സ് മാറുമോ? നമസ്കാരം. ഇന്നത്തെ അറിവിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്നൊരു ചെറിയൊരു ചോദ്യമാണ്. ഒരു ഡോക്ടർ നിങ്ങളോട് പറയുന്നത് ഈ ചികിത്സയ്ക്ക് 90% വിജയ സാധ്യത ഉണ്ട്. അതേ ഡോക്ടർ മറ്റൊരാളോട് പറയുകയാണ് ഈ ചികിത്സയിൽ 10% പരാജയ സാധ്യത ഉണ്ട്. രണ്ട് വാചകവും ഒരേ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഏതാണ് കേൾക്കുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നത്? മിക്ക ആളുകൾക്കും 90% വിജയ സാധ്യത എന്നത് തിരഞ്ഞെടുക്കും. ഇതാണ് ഫ്രെയിമിംഗ് എഫക്റ്റ്. അതായത് ഒരു വിവരത്തിൻ്റെ അർത്ഥമല്ല, അത് എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എന്നതാണ് നമ്മുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നത്. ഒരു രസകരമായ കഥ നമുക്ക് നോക്കാം. രണ്ട് കടകളിൽ ഒരേ ബിസ്ക്കറ്റ്. ആദ്യത്തെ കടയിൽ 95% ഫാറ്റ് ഫ്രീ എന്ന് എഴുതി വെച്ചേക്കുന്നത്. രണ്ടാമത്തെ കടയിൽ 5% ഫാറ്റ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. രണ്ടും ഒരേ ബിസ്ക്കറ്റാണ്. പക്ഷേ 95% ഫാറ്റ് ഫ്രീ എന്ന് കണ്ടാൽ കൂടുതൽ ആരോഗ്യകരമാണെന്ന് പലർക്കും തോന്നും. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് വാങ്ങാനായിട്ട് ആകർഷിക്കപ്പെടും. എന്നാൽ രണ്ടാമത്തതോ 5% ഫാറ്റ് ഉണ്ട് എന്നുള്ളതായിരിക്കും എല്ലാവരും കാണുക. അത് വേണ്ട എന്ന് ചിന്തിക്കും. അപ്പോൾ വാക്കുകളുടെ അവതരണമാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. ഇനി നമുക്ക് ദൈനംദിന ജീവിതത്തിലുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒരു ജോലി ഓഫർ, 50,000 ശമ്പളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ രണ്ടാമത്തേൽ നമുക്ക് കേൾക്കണേ ടാക്സ് കഴിഞ്ഞാൽ ഒരു 45,000 മാത്രം കിട്ടുമെന്ന് പറഞ്ഞാൽ അത്ര ആവശ്യം തോന്നില്ല. രണ്ടും ഒരേ യാഥാർത്ഥ്യം തന്നെയായിരിക്കും. അടുത്ത് നമുക്കൊരു ഭക്ഷണത്തിൽ അമ്മ പറയുന്നതാണ് പച്ചക്കറി കഴിച്ചാൽ ആരോഗ്യം നന്നാകും എന്ന് പറയുന്നു. അതേ ഇത് തന്നെ ഒരു വേറൊരു കുട്ടിയോട് പറയണേ പച്ചക്കറി കഴിക്കാഞ്ഞാൽ അസുഖം വരാം എന്നും പറയുന്നു. രണ്ടും ഒരേ സന്ദേശമാണ്, പക്ഷെ പറയുന്ന രീതി അനുസരിച്ച് കുട്ടിയുടെ പ്രതികരണം മാറാം. അടുത്ത് നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും ഡെയിലി ലൈഫിലൊക്കെ കാണുന്നതായിരിക്കും ഓഫർ ബോർഡ്. ഒരു കടയിൽ 20% ഡിസ്കൗണ്ട് എന്ന് എഴുതിയിരിക്കണം. എല്ലാവരും അങ്ങോട്ട് ആകർഷകരാകും അല്ലേ? അടുത്തതിൽ വേറൊരു കടയിൽ എഴുതി വെച്ചേക്കണാണ് 80% പ്രൈസ് പേ ചെയ്യണം എന്ന്. രണ്ടും ഒരേ കണക്കാണ്. എന്നാൽ 20% ഡിസ്കൗണ്ട് എന്നത് കൂടുതൽ ആകർഷകരമായി തോന്നും. അടുത്തതൊരു കുട്ടിയോട് ഒരു അധ്യാപകൻ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പേപ്പർ കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടിയോട് പറയണതാണ് നിനക്ക് 90 മാർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതേസമയം ആ കുട്ടിയോട് പറയണത് നിനക്ക് 10 മാർക്ക് നിനക്ക് നഷ്ടപ്പെട്ടടാ എന്ന് ആദ്യം നിന്നെ പറഞ്ഞാലോ ആ കുട്ടിക്ക് ആദ്യം എന്ത് എമോഷൻസ് ആയിരിക്കും വരുന്നത്? സാഡ് ഫീലിംഗ് ആയിരിക്കുമല്ലോ വരുന്നത്. ഓക്കെ, മാർക്കൊന്ന് തന്നെയാണ്. പക്ഷേ ആദ്യത്തെ വാചകം കേൾക്കുമ്പോൾ സന്തോഷവും രണ്ടാമത്തേത് കേൾക്കുമ്പോൾ നിരാശയും തോന്നാം. നമ്മുടെ മനസ്സ് പലപ്പോഴും സത്യത്തേക്കാൾ ആ സത്യം എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എന്നതിനോടാണ് കൂടുതൽ പ്രതികരിക്കുന്നത്. അതാണ് ഫ്രെയിമിംഗ് എഫക്റ്റ്. ഈ ഫ്രെയിമിംഗ് എഫക്റ്റ് ഒഴിവാക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? വിവരത്തിൻ്റെ രണ്ട് വശവും നോക്കുക. ഇത് വേറെ രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ തോന്നും എന്ന് സ്വയം ചോദിക്കുക. വികാരത്തേക്കാൾ വസ്തുതയ്ക്ക് പ്രാധാന്യം നൽകുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കതും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം കേട്ടോ. നമ്മുടെ മസ്തിഷ്കം വേഗത്തിൽ തീരുമാനമെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്തേത് അതിനാൽ വിവരത്തിൻ്റെ അവതരണ രീതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. മൂന്നാമത്തേത് വികാരങ്ങൾ തീരുമാനത്തെ സ്വാധീനിക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ്. ഒന്നും കൂടി നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ഫ്രെയിമിംഗ് എഫക്റ്റ് എന്നത് ഒരേ വിവരമോ സത്യമോ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ആളുകൾ വ്യത്യസ്ത തീരുമാനങ്ങൾ എടുക്കുന്ന മനഃശാസ്ത്ര പ്രതിഭാസമാണ്. ലളിതമായി പറഞ്ഞാൽ സത്യം മാറുന്നില്ല, പക്ഷേ അത് പറയുന്ന രീതി മാറുമ്പോൾ നമ്മുടെ ചിന്തയും തീരുമാനവും മാറാം. പ്രധാന ആശയം ഇതാണ്: ഒരേ വിവരത്തിന് രണ്ട് അവതരണ രീതികൾ ഉണ്ടാകാം. പോസിറ്റീവ് ഫ്രെയിം ഇത് കൂടുതൽ ആകർഷകമായി തോന്നും. രണ്ടാമത്തേത് നെഗറ്റീവ് ഫ്രെയിം കൂടുതൽ അപകടകരമോ നിരാശാജനകമോ ആയി തോന്നും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.